നിന്നോടല്ലേ പറഞ്ഞ നിക്കാൻ. അയ്യോ ജോസൂട്ടി, ഇനി നീ സെക്കൻഡ് എടുത്തോ. കുറച്ചു നേരം ഞാൻ തേടിലോടാ. എടാ ജോസൂട്ടി നിക്കടാ. ഇവനെന്താ ഓടി ഓടി ഇന്ത്യയുടെ അറ്റത്തോട്ട് പോടാ. ശരിയാണല്ലോ, വേണ്ടടാ അപ്പുറത്ത് ശ്രീലങ്ക. ഇവന് നീന്തി ശ്രീലങ്കയിൽ പോവോ? അയ്യോ അത് കൊള്ളാം. ഈ സ്പീഡിൽ ഓടിയത് ഇവിടെ ഒന്ന് സാറ്റ് കളിക്കാനായിരുന്നു. ഒന്നും മിണ്ടാണ്ടില്ല പോത്തെ, അവന്റെ വിഷമം കൊണ്ടാണ്. ഇവന്റെ വിഷമത്തിന് ഇത്ര കിലോമീറ്റർ നീളം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടാ പോട്ടറാ, നീ വിഷമിക്കണ്ടാ ജോസൂട്ടി, എല്ലാം നല്ലതിനാന്ന് കരുതിയാ മതി. എടാ രമേശൻ പറഞ്ഞ എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് വിചാരിച്ചാ മതി. സത്യത്തെ നീ അവളെ കെട്ടാതിരുന്നത് നല്ല കാര്യം തന്നെ. പിന്നെ നിങ്ങൾ തമ്മിൽ വലിയ പ്രേമമായിട്ട് ഞാൻ നിന്നോട് പറയാതിരുന്നതാ. ഈ ജെസ്സിയില്ലേ, അവള് പണ്ട് എന്നെ ഒന്ന് ട്രൈ ചെയ്തതാ. പക്ഷെ ഞാൻ വീണില്ല കേട്ടോ. വീണില്ല, എനിക്ക് പെങ്ങളെ പോലെയാണ്. നിനക്ക് എന്തിന്റെ തൂക്കാനാടാ? അല്ലടാ, നഷ്ടപ്പെട്ട പെണ്ണ് പിഴയാണെന്ന് പറയുമ്പോ അവന്റെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു സന്തോഷം തോന്നുന്നു വിചാരിച്ച് ഞാനൊന്ന് പറഞ്ഞു നോക്കിയതാ. ശാപം ഏറ്റുപാടാ, അവൻ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലൊക്കെ പോണത്. അയ്യോ, ഒന്ന് പിടിക്ക്. ഈ രമേശനാ പറയണത് അടങ്ങാൻ. ജോസൂട്ടി, എടാ ജോസൂട്ടി. ജോസൂട്ടി, എന്നതാ ഇത്? കഴിഞ്ഞത് കഴിഞ്ഞില്ലേടാ. ജീവിതം എങ്ങനെയൊക്കെയാ ജോസൂട്ടി. ശരിക്കും പറഞ്ഞ അതൊരു പാഠപുസ്തകം. നമ്മൾ കണ്ടുമുട്ടുന്നവരെല്ലാം ആ പുസ്തകത്തിലെ ഓരോ പാഠങ്ങളാ. നമ്മുടെ മുന്നിൽ കാണുന്ന പ്രതിസന്ധികളോ ഓരോ പരീക്ഷകളും. അത് ജയിച്ചു കയറുവാ വേണ്ടേ, അല്ലാതിങ്ങനെ തളർന്നിരുന്ന എന്നെ പ്രയോജനമാ ജോസൂട്ടി കിട്ടാൻ പോന്നേ. നീ വിഷമിക്കാതെ വാടാ. എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും ലാഘവത്തോടെ കൈകാര്യം ചെയ്യാനുള്ള അപ്പന്റെ കഴിവ് എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ഒരു ഉദാഹരണം പറയാം.